നമുക്കിന്നൊരു കല്യാണം കൂടാൻ പോയല്ലോ, ചേട്ടൻ്റെ ബന്ധത്തിൽപ്പെട്ട കസിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ കാലത്ത് കല്യാണവും റിസപ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുങ്ങി ഇതേ ഇറങ്ങിയിട്ടുണ്ട്. മണ്ഡപത്തിലെത്തി നേരത്തെ ആയിരുന്നു കേട്ടോ കല്യാണം. ഒരു 8 മണി 8:30 തുടങ്ങി 9:30 വരെയുള്ള സമയത്തായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പാർക്കുട്ടി റെഡി, അതുപോലെ തന്നെ അവളതേ സുന്ദരി ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പം അമ്മക്കുട്ടി സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അത് കഴിഞ്ഞ് ചേട്ടൻ അമ്മോട് പറഞ്ഞു ഞാൻ ശരി എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് ഇതിങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ആവാറായാന്ന് വെച്ചിട്ട് അമ്മ അങ്ങനെ പിടിച്ചു. അങ്ങനെ എല്ലാവരും സെറ്റ്. അപ്പോൾ ദേ നമ്മുടെ കല്യാണമൊക്കെ ഇവിടെ തകൃതി നടക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോറടിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ? നമ്മുടെ ഫുഡ് അടി നേരെ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ ആയതുകൊണ്ട് ഫുഡ് നേരത്തെ കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ വയറൊഴിച്ച് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറേ കാലമായി സദ്യ കഴിച്ചിട്ട്. അപ്പം അങ്ങനെ നമ്മളെല്ലാ വിഭവങ്ങളും കൂട്ടി സദ്യ കഴിച്ചു കേട്ടോ. അപ്പം എന്തുണ്ടായെന്ന് അറിയോ, ചേട്ടനും അമ്മുക്കുട്ടിയൊക്കെ കാലത്ത് വീട്ടിൽ നിന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചു കാരണം അവർക്ക് വിശക്കണില്ല. അപ്പം ചേട്ടൻ നന്നായി ഉണ്ണിക്ക് ഞാൻ ചോറ് കൊടുത്തോളാം, നീ സമാധാനമായിട്ട് കഴിച്ചോളാം. അങ്ങനെ എനിക്ക് സമാധാനം സന്തോഷം ഒരുമിച്ച് വന്നു. കാരണം നല്ല സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി ചേട്ടൻ ഉണ്ണിക്ക് കൊടുത്തപ്പോൾ. അപ്പം ആദ്യം നമ്മുടെ പാലപ്രഥമനായിരുന്നു. എനിക്കിഷ്ടം പരിപ്പായതുകൊണ്ട് ആ ചേച്ചിനെ ഞാൻ വിളിച്ചു കൊടുത്തിട്ട് ഞാൻ പരിപ്പ് പായസം കുടിച്ചു. അങ്ങനെ ഇത് എല്ലാവരും കൂടി ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇതേ അമ്മുക്കുട്ടിയും പാർക്കുട്ടിയൊക്കെ ഏകദേശം ഉറക്കത്തിൻ്റെ വക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പെണ്ണൊക്കെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോണ ടൈമുണ്ടല്ലോ, അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നേരെ വീട്ടിലെത്തി. കുറച്ച് നേരം റെസ്റ്റ്. പിന്നെ നമുക്ക് ഈവനിങ്ങിലാണല്ലോ റിസപ്ഷൻ. അപ്പോൾ ഒരു 3:30 പിന്നെ സെറ്റ് റിസപ്ഷനിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ സെറ്റായി. ഇനി നമ്മൾ വീണ്ടും റിസപ്ഷൻ്റെ അവിടേക്ക് പോവാട്ടോ, ഹോളിലേക്ക്. എല്ലാവരും നല്ല ഉറക്കമാണ്. കാലത്ത് നേരത്തെ എണീറ്റിട്ട് ഇങ്ങനെ ഒരു അലച്ചിലല്ലേ. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ അമ്മക്കുട്ടി, ചേട്ടൻ, അമ്മ, അച്ഛൻ പിന്നെ അനിയനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എന്തോ കിട്ടിയൊരു മോഞ്ചിട്ടോ എന്നിട്ട് അത് കുടിച്ചു. അങ്ങനെ ഹോളിലേക്ക് എത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല വലിയൊരു ഹോളായിരുന്നു. അവിടെ തകൃതിയായിട്ട് പരിപാടി നടന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വിളിച്ചു ഞങ്ങളുടെ വക. അങ്ങനെ പാർക്കുട്ടീന് കഴിഞ്ഞു. എൻ്റെ ആകുമ്പോഴേ നമുക്ക് അമ്മമാർക്കൊരു പണി ഉണ്ടല്ലോ, ഇടയ്ക്ക് വരുന്നൊരു പണി. അത് കാണിച്ചു തരാട്ടെ എന്നിട്ടാന്നുള്ളത്. ഇതിപ്പോൾ വരും. അമ്മിക്ക തന്നെ. അങ്ങനെ അമ്മ എത്തു. അമ്മയുടെ പരിപാടി നടന്നില്ല, ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു പിന്നെ അവിടുത്തെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് ഫുഡ് അടിക്കാമെന്ന്. അങ്ങനെ അതേ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴും നമുക്ക് അമ്മമാർക്ക് പണിയുണ്ട്. ഇതുപോലെ ഒക്കെ തിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ നുള്ളിപ്പറക്കി കഴിച്ചെന്ന് വരുത്തി നമ്മുടെ ഡെസേർട്ടിൻ്റെ അവിടേക്ക് എത്തി. അങ്ങനെ നമുക്ക് ഐസ്ക്രീം, പുഡിങ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോട്ടൺ ക്യാൻഡി, അതുപോലെ തന്നെ പോപ്കോൺ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാതും ഒന്ന് കൈവച്ചു എല്ലാത്തിലും. ഇവിടെ ഭയങ്കര ഡാൻസും മേളൊക്കെ നടക്കായിരുന്നു. അപ്പോഴേക്കും അടുത്ത പണി വന്ന അമ്മമാർക്കുള്ളത് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാറക്കുട്ടിയും കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പണി കിട്ടുന്നത് നമ്മളെ അമ്മമാർക്കായിരിക്കും അല്ലേ. ബൈ.